والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. സൂറത്തുൽ ബഖറയിലെ 4-ാമത്തെ ആയത്താണ് ഓതി കേൾപ്പിച്ചത്. ഈ ആയത്ത് ഓതുമ്പോൾ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി ബിമാ ഉൻസില വമാ ഉൻസില, ഈ രണ്ട് സ്ഥലങ്ങളിലും 2 ഹറക്കത്തിന് കൂടുതലായി 4 or 5 വീതം നീട്ടേണ്ടതാണ്. ഇതിനാണ് തജ്വീദിന്റെ ഭാഷയിൽ അൽ മദ്ദുൽ മുൻഫസിൽ എന്ന് പറയാറുള്ളത്. ബിമാ ഉൻസില ഇലൈക് വമാ ഉൻസിൽ വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ഈ ഭാഗം ഓതുമ്പോൾ റാഇനെ കനപ്പിക്കേണ്ടതാണ്. വബിൽ ആഖിറ, ഹും അവിടെ ഹാ അല്പം വ്യക്തമാക്കി ഓതേണ്ടതാണ്. ഒന്നും കൂടിയും നമുക്ക് ഈ ആയത്ത് കേൾക്കാം. والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. ശ്വാസത്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ വമാ ഉൻസില മിൻ ഖബ്ലിക് അവിടെ നിർത്താവുന്നതാണ്. ഇത് നിർത്താൻ പറ്റുന്ന സ്ഥലമാണെന്ന് തജ്വീദ് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു. എന്നിട്ട് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ അവിടുന്ന് ആരംഭിക്കുകയും ചെയ്യാം. ഇനി ശ്വാസത്തിന്റെ പ്രശ്നമില്ലെങ്കിൽ അത് കൂട്ടി വായിക്കുകയും ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതിമിൻ അംബിയാഇ വൽ മുർസലീൻ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, ഇന്ന് സൂറത്തുൽ അൽ ബഖറയിലെ 4-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 4-ാമത്തെ ആയത്ത് വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. നിനക്കും നിന്റെ മുൻഗാമികൾക്കും നൽകപ്പെട്ട സന്ദേശത്തിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരത്രേ അവർ സൂക്ഷ്മത പാലിക്കുന്നവർ എന്നതാണ് ഈ ആയത്തിന്റെ സാരം. ഈ ആയത്തിലെ വാക്കാർത്ഥങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണ് എങ്കിൽ വല്ലദീന യാതൊരു കൂട്ടരും, യുഅ്മിനൂന അവർ വിശ്വസിക്കും, ബിമാ ഉൻസില ഇറക്കപ്പെട്ടതിൽ, ഇലൈക നിന്നിലേക്ക്, വമാ ഉൻസില ഇറക്കപ്പെട്ടതിലും, മിൻ ഖബ്ലിക നിന്റെ മുമ്പ്, വബിൽ ആഖിറത്തി പരലോകത്തിലാകട്ടെ, ഹും അവർ യൂഖിനൂൻ ദൃഢമായി വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ ചേർത്ത് അർത്ഥം പറയുമ്പോൾ നിനക്കും നിന്റെ മുൻഗാമികൾക്കും നൽകപ്പെട്ട സന്ദേശത്തിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരത്രേ അവർ. ഇവിടെ അവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂക്ഷ്മത പാലിക്കുന്ന മുത്തഖീങ്ങളാണ് എന്ന് അതാ ആയത്തിന്റെ തുടർച്ചയാണ്. സൂറത്തുൽ ബഖറയിലെ 2 മുതലുള്ള ആയത്ത് ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മുത്തഖീങ്ങൾ എന്ന് വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക എന്ന ഭാഗമാണ്. അതായത് നിനക്കും നിന്റെ മുൻഗാമികൾക്കും നൽകപ്പെട്ട സന്ദേശത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് അവർ എന്ന് പറഞ്ഞ ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മുത്തഖികളുടെ ലക്ഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ ഈ 4-ാമത്തെ സ്വഭാവമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഇവിടെ എടുത്തു പറഞ്ഞ ഈ ആയത്തിലെ പരാമർശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ട ഈ വേദഗ്രന്ഥത്തിൽ പ്രത്യേകമായി ആ മുത്തഖികൾ വിശ്വസിക്കുന്നവരാണ് എന്നാണ്. അതുപോലെ തന്നെ
മുൻകഴിഞ്ഞുപോയ സമുദായത്തിലേക്ക് കടന്നുവന്ന പ്രവാചകന്മാർക്ക് അവതരിക്കപ്പെട്ട തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ തുടങ്ങിയ ആ വേദഗ്രന്ഥങ്ങളിൽ പൊതുവായി വിശ്വസിക്കുന്നവരാണ് ആ മുത്തഖികൾ എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണമായി ഇമാം തബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഈ ആയത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളുടെ, മുത്തഖിങ്ങളുടെ ഒരു സ്വഭാവം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ പൂർവികരായ പ്രവാചകന്മാരും അള്ളാഹുവിൽ നിന്നും സന്ദേശമായി കൊണ്ടുവന്നതിനെയെല്ലാം സത്യമായി അംഗീകരിക്കുന്നവരാണ്. അതിനു പുറമെ പ്രവാചകന്മാർക്കിടയിൽ അവർ യാതൊരു വേർതിരിവും കൽപ്പിക്കാത്തവരാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെ വിശദീകരണം നൽകിയത് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഈ ഭാഗം ചർച്ച ചെയ്യുമ്പോൾ തഫ്സീർ പണ്ഡിതന്മാർ പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, ലോകത്തിലേക്ക് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത മതം അത് ഇസ്ലാമായിരുന്നു എന്ന്. ആ മതത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും അല്ലാഹുവിങ്കൽ ദീൻ, അല്ലാഹുവിങ്കൽ മതം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാകുന്നു എന്ന് സൂറത്ത് ആൽ ഇംറാനിലെ 19-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഇസ്ലാം മതമാണ്, ഈ ഇസ്ലാമിന്റെ ആദർശമാണ് എല്ലാ പ്രവാചകന്മാരും ലോകത്തിന് മുമ്പിൽ പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് സൂറത്ത് അംബിയായിലെ 25-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഞാനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല, അതിനാൽ എന്നെ നിങ്ങൾ ആരാധിക്കൂ എന്ന് ബോധനം നൽകിക്കൊണ്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു ദൂതനെയും ഞാൻ അയച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുക. അതായത് അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് തുടങ്ങി വിശ്വാസപരമായ തൗഹീദിന്റെയും ശിർക്കിന്റെയും വിഷയങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ചത് ഒന്നു തന്നെയാണ് എന്നർത്ഥം. എന്നാൽ സഹോദരങ്ങളെ, കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ കാലോചിതമായ വ്യത്യാസങ്ങൾ ഈ പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ശരീഅത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന്, ആദം നബി അലൈഹിസ്സലാമിയുടെ കാലത്ത് ഒരു വ്യക്തിക്ക് സ്വന്തം സഹോദരിയെ വിവാഹം കഴിക്കുവാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് അത് ഹറാമാക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്. ഈ രൂപത്തിൽ വേറെയും നമുക്ക് ഉദാഹരണങ്ങൾ കാണുവാൻ കഴിയും. ഇങ്ങനെ വ്യത്യസ്തമായ ശരീഅത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതിനെ കുറിച്ചാണ് സൂറത്ത് മാഇദയിലെ 48-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജ, നിങ്ങളിൽ ഓരോ വിഭാഗത്തിനും ഓരോ നിയമക്രമവും കർമ്മമാർഗവും നാം നിശ്ചയിച്ചു തന്നിട്ടുണ്ട് എന്ന് അല്ലാഹു പറയുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ അല്ലാഹു സൂറത്തുൽ ബഖറയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ആയത്തിൽ പറയുന്നത്, നിനക്കും നിന്റെ മുൻഗാമികൾക്കും നൽകപ്പെട്ട സന്ദേശത്തിൽ വിശ്വസിക്കുന്നവരാണ് അവർ എന്നാണ്. ആ മുത്തഖീങ്ങൾ, നമുക്ക് മുമ്പ് വന്ന മുഴുവൻ പ്രവാചകന്മാരെയും നമ്മൾ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളിലും നമ്മൾ വിശ്വസിക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു പ്രവാചകനിലോ അല്ലെങ്കിൽ ആ പ്രവാചകന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഗ്രന്ഥത്തിലോ വിശ്വസിക്കാതിരിക്കുന്നത് തത്വത്തിൽ ആ പ്രവാചകന്മാരെ, എല്ലാ പ്രവാചകന്മാരെയും നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവപ്പെട്ട വിഷയം, പൂർവ്വവേദ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഇന്ന് ജൂതന്മാരുടെ കയ്യിലുള്ള അവർ അവകാശപ്പെടുന്ന തോറയും അതുപോലെ ക്രൈസ്തവർ ഇഞ്ചീൽ എന്ന് അവകാശപ്പെടുന്ന അവരുടെ കയ്യിലുള്ള ബൈബിളും നമ്മൾ വിശ്വസിക്കണമെന്നല്ല. കാരണം അതെല്ലാം മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുള്ള രൂപത്തിലാണ് ഇന്ന് നിലവിലുള്ളത്. മൂസാ നബി അലൈഹിസ്സലാമക്ക് അള്ളാഹുവിൽ നിന്നും അവതരിച്ച തൗറാത്തും ഈസാ നബി അലൈഹിസ്സലാമക്ക് അവതരിച്ച ഇഞ്ചീലും ഖുർആൻ അവതരിക്കുന്ന കാലത്തും അതിനുശേഷവും അവയുടെ സാക്ഷാൽ രൂപത്തിൽ ഇന്ന് ലഭ്യമല്ല എന്നുള്ള വിഷയം അത് നമ്മൾ പഠനവിധേയമാക്കി കഴിഞ്ഞാൽ സഹോദരങ്ങളെ നമുക്കത് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് അതിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അള്ളാഹു അവതരിപ്പിച്ച ആ വേദഗ്രന്ഥങ്ങളോട് പൊതുവിലുള്ള നമ്മുടെ നിലപാടാണ്. അതെങ്ങനെയാണ് ആ നിലപാട് എന്ന് കൃത്യമായി കൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്നാമതായി അള്ളാഹുവിന്റെയും റസൂലിന്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്താവനകളോട്, അള്ളാഹുവിന്റെയും റസൂലിന്റെയും പ്രസ്താവനകളോട് യോജിക്കുന്ന കാര്യങ്ങൾ, അത്തരം വിഷയങ്ങൾ പൂർവ്വ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് എങ്കിൽ സഹോദരങ്ങളെ അത് നമ്മൾ വിശ്വസിക്കുകയും ശരിവെക്കുകയും വേണം. എന്നാൽ രണ്ടാമത്തെ വിഷയമായി നമ്മുടെ നിലപാട് അള്ളാഹുവിന്റെയും റസൂലിന്റെയും പ്രസ്താവനകളോട് എതിരെ നിൽക്കുന്ന കാര്യങ്ങളുണ്ട്. അത്തരം വിഷയങ്ങൾ
പൂർവ്വ ഗ്രന്ഥങ്ങളിലുണ്ട് എങ്കിൽ അത് നമ്മൾ വിശ്വസിക്കുവാൻ പാടുള്ളതല്ല, അതിനെ നമ്മൾ ശരിവെക്കുവാനും പാടുള്ളതല്ല. ഇനി മൂന്നാമത്തെ കാര്യം, അത് മുമ്പ് പറഞ്ഞ രണ്ട് കാര്യത്തിലും ഉൾപ്പെടാത്ത കാര്യങ്ങളാണ്. അതായത് സത്യമാണോ കളവാണോ എന്ന് അറിയാത്ത, ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിനെക്കുറിച്ച് ഒരു സൂചനയുമില്ലാത്ത കാര്യങ്ങൾ. അത് ഒരുപക്ഷെ ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ കളവായിരിക്കാം. ഈ വിഷയത്തെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വേദക്കാർ നിങ്ങളോട് വർത്തമാനം പറഞ്ഞാൽ നിങ്ങൾ അവരെ സത്യമാക്കുകയും കളവാക്കുകയും ചെയ്യരുത്. എങ്കിലും അവരോട് ഇങ്ങനെ പറഞ്ഞുകൊള്ളുക, ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. ഇത് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പൂർവ്വകാല വേദഗ്രന്ഥങ്ങൾ സത്യപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതിലുള്ള നിയമവ്യവസ്ഥകൾ നമ്മൾ പിന്തുടരണമെന്നല്ല. ഇന്ന് അള്ളാഹുവിന്റെ നിയമമായി കൊണ്ട് നമ്മൾ പിന്തുടരുന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയ ഈ ശരീഅത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിലുള്ള മുഴുവൻ ആളുകളും ഈ ശരീഅത്താണ് പിന്തുടരുവാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അത് ബോധ്യപ്പെട്ട ആളുകളാ സഹോദരങ്ങളെ, ഈ ഉമ്മത്തിൽപ്പെട്ട മുസ്ലിമുകൾ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, അതായത് നിനക്ക് നൽകപ്പെട്ട സന്ദേശത്തിൽ വിശ്വസിക്കുന്നവരാണ് അവർ എന്ന് പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ്. ആ ഖുർആനിനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം അത് കറകളഞ്ഞ വിശ്വാസമാകേണ്ടതുണ്ട് സഹോദരങ്ങളെ. സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് തുടക്കം കുറിച്ച് സൂറത്തുൻ നാസ് കൊണ്ട് അവസാനിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതീർണമായ അള്ളാഹുവിന്റെ കലാമാണ് പരിശുദ്ധ ഖുർആൻ. ഇത് പറയുമ്പോൾ ഇവിടെ നമ്മൾ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇന്ന് ലോകത്ത് മതത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന മുഴുവൻ ഗ്രന്ഥങ്ങളും എടുത്ത് പരിശോധിച്ചാൽ അതിൽ സ്വയം ദൈവികമെന്ന് പ്രഖ്യാപിക്കുന്ന, ദൈവത്തിൽ നിന്ന് അവതരിച്ചു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം മാത്രമേ ഉള്ളൂ സഹോദരങ്ങളെ, അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. ക്രൈസ്തവ സമൂഹത്തിലാകട്ടെ, ജൂതന്മാരുടെ കൈകളിലാകട്ടെ, ഹൈന്ദവരുടെ കൈകളിലാകട്ടെ, ആരുമാകട്ടെ, അവരുടെ കൈവശമുള്ള ഗ്രന്ഥങ്ങൾ അത് ദൈവികമാണ് എന്ന് പറയുന്നത് ആ മതത്തെ പിന്തുടരുന്ന അതിന്റെ അനുയായികൾ മാത്രമാണ്. അതല്ലാതെ അവരുടെ കൈവശമുള്ള ഗ്രന്ഥം അങ്ങനെ അവകാശപ്പെടുന്നില്ല എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിനെ എടുത്തു നോക്കുക, പരിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? വ ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, തീർച്ചയായും ഈ ഖുർആൻ അത് ലോകരക്ഷിതാവായ അല്ലാഹു അവതരിപ്പിച്ചത് തന്നെയാകുന്നു എന്നാണ്. അള്ളാഹുവാണ് ലോകരക്ഷിതാവായ നമ്മുടെ റബ്ബാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. നസല ബിഹിർ റൂഹുൽ അമീൻ, വിശ്വാസാത്മാവ് അതായത് ജിബ്രീലും അതും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. അലാ ഖൽബിക, നിന്റെ ഹൃദയത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ, ലിതകൂന മിനൽ മുൻദിരീൻ, നീ താക്കീത് നൽകുന്നവരുടെ കൂട്ടത്തിലായിരിക്കുവാൻ വേണ്ടി, ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, സ്പഷ്ടമായ അറബി ഭാഷയിലാണ് അത് അവതരിപ്പിച്ചത് എന്ന് സൂറത്തു ശുഅറായിലെ 192 മുതൽ 195 വരെയുള്ള ആയത്തിൽ കാണാം. വേറെയും ആയത്തുകൾ അള്ളാഹുവിൽ നിന്നാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി പ്രഖ്യാപിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും സഹോദരങ്ങളെ. ആ ഖുർആൻ ആകട്ടെ അത് യാതൊരുവിധ മാറ്റത്തിരുത്തലുകളും ഇല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ സംരക്ഷിച്ചിട്ടുള്ള ഒരു വേദഗ്രന്ഥമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, തീർച്ചയായും നാം ആണ് ഈ ഉത്ബോധനം അവതരിപ്പിച്ചിട്ടുള്ളത്, തീർച്ചയായും നാം അതിനെ കാത്തു സൂക്ഷിക്കുന്നതാണ് എന്ന് സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും സഹോദരങ്ങളെ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന് നൽകിയിട്ടുള്ള ഈ സംരക്ഷണം അത് അന്ത്യനാൾ വരെ ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്നതായിരിക്കുമെന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഈ പരിശുദ്ധ ഖുർആൻ അത് പ്രദാനം ചെയ്യുന്ന സാൻമാർഗിക ക്രമമുണ്ടല്ലോ സഹോദരങ്ങളെ, അത് കിടയറ്റതാണ്, അത് പ്രായോഗികമാണ്. അതോടൊപ്പം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ചരിത്രമുണ്ടല്ലോ, അത് കളങ്കരഹിതമാണ്, സത്യസന്ധമാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. ഈ പരിശുദ്ധ ഖുർആൻ നടത്തിയ പ്രവചനങ്ങളുണ്ടല്ലോ, അത് വളരെ സത്യസന്ധമായി പുലർന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ എന്ന നിലയിൽ പരിശുദ്ധ ഖുർആനിൽ നടത്തിയ പരാമർശങ്ങൾ, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങൾ, അതെല്ലാം യാഥാർത്ഥ്യവും അത്ഭുതകരവുമാണ്. ഇത്തരം പരാമർശങ്ങളിൽ നമുക്ക് യാതൊരു അശാസ്ത്രീയതയോ വൈരുദ്ധ്യമോ കാണുവാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയ വെല്ലുവിളിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെ പറ്റി ചിന്തിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ, അത് അല്ലാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നുള്ളതായിരുന്നു
ഉണ്ടായിരുന്നുവെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ, അവരതിൽ ധാരാളം വൈരുദ്ധ്യം കണ്ടെത്തുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നിസായിലെ 82-ാമത്തെ ആയത്തിലൂടെ പറയുക. സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ കൈവശമുള്ള ഈ പരിശുദ്ധ ഖുർആൻ, അത് അള്ളാഹു സംരക്ഷിച്ചിട്ടുള്ള ഒരുവിധ വൈരുദ്ധ്യവുമില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അള്ളാഹുവിന്റെ കലാമാണ് സഹോദരങ്ങളെ. ഈ ഗ്രന്ഥവുമായി ലോകത്ത് നിയുക്തനായ വ്യക്തിയുണ്ടല്ലോ, ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത അങ്ങേയറ്റം സത്യസന്ധനും നിസ്വാർത്ഥനുമായ നമ്മുടെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ നബിയിലൂടെ അള്ളാഹു അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ദിവ്യ സന്ദേശത്തിലും വിശ്വസിക്കുക എന്നത് മുത്തഖീങ്ങളുടെ ലക്ഷണമാണ് എന്നാണ് വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബലിക എന്ന സൂറത്തുൽ ബഖറയിലെ 4-ാം ആയത്തിലെ ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് നിനക്കും നിന്റെ മുൻഗാമികൾക്കും നൽകപ്പെട്ട സന്ദേശത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് ആ മുത്തഖീങ്ങളായ ആളുകൾ എന്ന ഭാഗമാണ് സഹോദരങ്ങളെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.